ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കണവ കിട്ടി കേട്ടോ. മീൻകാരൻ ചേട്ടൻ കുറച്ച് കണവ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് വെട്ടുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇന്ന് താണ്ടെ നമ്മൾ വെട്ടി ഇന്ന് വിചാരിച്ച് ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കണ്ടോ ഇതുപോലെ അരിഞ്ഞെടുത്ത് കഴുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താണ്ടെ ചെറിയൊരു പാത്രത്തിലോട്ട് ആക്കി അത് നമുക്ക് വേവിച്ചെടുക്കാമേ. ചേർത്ത് അടുപ്പിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ കേട്ടോ. ഗ്യാസ് വെച്ച് ഇവിടെ വെട്ടമയം കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇതാണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് തേങ്ങ കണ്ടോ, ആവശ്യത്തിന് തേങ്ങ അതാണ്ട് ഇഞ്ചിയും പിന്നെ സവാളയും കൊച്ചുള്ളിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്താട്ടോ. എന്നിട്ട് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില. കണവ കാണ്ട് വേവിച്ച് കാണ്ട് ഈ പരിവായിട്ടുണ്ട് കണ്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ ഇത് ഇത്രയായി ഉണ്ടോ. ചീനിച്ചട്ടി എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കടുകൊന്ന് പൊട്ടട്ടെ. കടുക് എല്ലാം പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിത് തട്ടാം. എല്ലാം കൂടെ അതിൽ തട്ടിയിട്ട് ഇനിയിപ്പോൾ എല്ലാം നമുക്കതൊന്ന് വഴറ്റിയിടാം. തീ കുറച്ചിട്ട് ചെയ്യണേ, എല്ലാം അടുക്കി വയ്ക്കും. ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാമേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടാം. ഉപ്പിട്ടാൽ പെട്ടെന്ന് ഇത് വാടിക്കിട്ടും. ഇനി ഇതൊന്ന് വരണ്ട് വരട്ടെ കേട്ടോ. അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മുളക് പൊടി, എരിക്ക് ആവശ്യാനുസരണം. കാരണം ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു എരിയും കാണും. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. മല്ലിപ്പൊടി, ഈ 4 കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇടണേ. കാരണം കണവ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇടയ്ക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ചിട്ടേക്കും, അല്ല അടുക്കി പിടിക്കും കേട്ടോ. വരട്ടെ. തീ കുറച്ചിട്ടാകുമ്പോൾ കുഴപ്പമില്ല. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല ഞെവിടി എടുക്കുകയാണ് കേട്ടോ. അമ്മയാണ് ഞെവിടുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വെട്ടം കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് ഞെവിടി എടുക്കണേ. വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിട്ട് അടിക്കാം. എന്നാലും നമ്മൾ കൈ വെച്ച് ഞെവിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
ഞാനിത് കുറേശ്ശായിട്ടാണ്ട് കളറ് മാറി വരുന്നുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കണവ വേവിച്ച് വെച്ചതിടാമേ. കണവ വേവിച്ച കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കുറച്ച് തീ ഇട്ട് നമ്മൾ അല്ലെങ്കിൽ അങ്ങ് അടുക്കി പിടിക്കും കേട്ടോ. കണവ ഒരുവിധം നമ്മൾ വേവിച്ചിട്ടുകൊണ്ട് കണവ വെന്ത് നല്ല രസം ചവയ്ക്കാൻ. റബ്ബർ കഴിക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ ഞെവിടി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇതിലോട്ട് തട്ടാം. നമുക്ക് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നോക്കി നിന്നില്ലെങ്കിൽ കണവ പൊട്ടും കേട്ടോ. പൊട്ടിയാൽ നമ്മളെ മോന്തയ്ക്ക് എറിയും. അങ്ങനെ നമ്മളെ കണവ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കി പിടിക്കാതെ പെല്ലെ ഇളക്കി കൊടുക്കണം. എന്താ വെള്ളമൊന്നുമില്ല. ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിൽ. അപ്പം നിങ്ങളിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ നിങ്ങളുടെ അഭിപ്രായമെല്ലാം പറയണം കേട്ടോ. അതിലും ചെയ്ത് നോക്കണം കേട്ടോ.